ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കണം, നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ചെയ്യണം. ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് സെറംസാണ് ആൽഫ ആർബോട്ടിനും വൈറ്റമിൻ സിയും. ഈ രണ്ട് പ്രോഡക്റ്റിലും ഏറ്റവും പോപ്പുലറായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈറ്റമിൻ സി സെറമാണ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് വൈറ്റമിൻ സി സെറം, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് എന്തിനാണ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ ഒന്ന് ലൈറ്റൻ അപ്പ് ചെയ്യാനും, ഡാർക്ക് സ്പോട്ട് ഇല്ലാതാക്കാൻ, പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കാൻ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇല്ലാതാക്കാൻ, അതേപോലെ ഏജിങ് സൈൻസ് ഇല്ലാതാക്കാനും, കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനും ഈ വൈറ്റമിൻ സി സെറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സെറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി സെറമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 10% വൈറ്റമിൻ സിയും 0.5% ഫെറൂലിക് ആസിഡുമാണ്. ഇനി ഇതിലെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ മാക്സിമം ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫെറൂലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്ന് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വൈറ്റമിൻ സി സെറം ഏത് സമയത്താണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ടൈമിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഒരു 3 വീക്സ് 4 വീക്സ് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ ഡീകൺസ്ട്രക്റ്റ് വൈറ്റമിൻ സി സെറം നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. ഇനി ഈ ഡീകൺസ്ട്രക്റ്റ് വൈറ്റമിൻ സി സെറത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് ഇതിൻ്റെ എയർ പമ്പ് പാക്കേജ് ആണ്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിലേക്ക് എയർ സർക്കുലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എയർ സർക്കുലേഷൻ ഉണ്ടായാൽ നമുക്കറിയാം ആ പ്രോഡക്റ്റ് ഓക്സിഡൈസ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ളൊരു ബോട്ടിലും കൂടിയാണ്. ഇനി ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല, സ്കിൻ ബ്രൈറ്റൻ ആവുന്നില്ല, അത് മാത്രമല്ല സ്കിൻ ഒന്നുകൂടെ ഡാർക്ക് ആവുന്നുണ്ട്. അതെന്തൊക്കെയായിരിക്കും അതിൻ്റെ റീസൺസ്, അതുകൂടെ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വൈറ്റമിൻ സി സെറം നിങ്ങൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാത്തതാണ്. നമ്മുടെ വൈറ്റമിൻ സി സെറം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ കണ്ടിന്യൂസ് ആയിട്ടോ നമ്മൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യണം. 3 to 4 വീക്സ് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. നമ്മളൊരു വൈറ്റമിൻ സി സെറം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2 to 20% വരെയാണ് വൈറ്റമിൻ സിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ലോ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഹയർ ലെവലിലേക്ക് പോകാനായിട്ട്. നിങ്ങളുടേതൊരു സ്കിൻ ഇറിറ്റേറ്റഡോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ ഡാമേജോ ആയിരിക്കുന്ന ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് വേണം മാക്സിമം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായ രീതിയിലാണോ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുക. അതായത് നിങ്ങളൊരു വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോഴായാലും വീട്ടിൽ നിൽക്കുമ്പോഴായാലും മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യുക. ഇനി പലരും പറയുന്നുണ്ട് വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിന്നിനെ അത് ഡാർക്ക് ആക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ഈ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് അത് ലോക്ക് ആക്കിയ ശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം പുറത്തു പോകാൻ. ഇനി ഈ വൈറ്റമിൻ സി ഏതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്, ഹൈറലോണിക് ആസിഡ്, പെപ്റ്റൈഡ്സ്, വൈറ്റമിൻ ഇ, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് വൈറ്റമിൻ സി പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വൈറ്റമിൻ സി പെയർ ചെയ്യാൻ പാടില്ലാത്തത് ഏതിൻ്റെ കൂടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AHS, BHS, റെറ്റിനോൾ, ഇതിൻ്റെ കൂടെ ഒന്നും നമ്മൾ വൈറ്റമിൻ സി പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറയുന്നത് ഇത് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. വെറ്റ് ആയിട്ടുള്ള സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിമ്പിൾസ് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡോ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വൈറ്റമിൻ സി കറക്റ്റ് ആയിട്ടുള്ള വെയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. മാക്സിമം നിങ്ങൾ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇത് സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുക. അതേപോലെ ഡെയിലി ബേസിസിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വൈറ്റമിൻ സി നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറ്റ് ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. മാക്സിമം ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ഈ വൈറ്റമിൻ സി അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ പെയർ ചെയ്യേണ്ടത് AHA, BHA, റെറ്റിനോൾ ഇത് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ വൈറ്റമിൻ സി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.